എൻ്റെ പിന്നിൽ കാണുന്നതാണ് റോസ് ഹൗസ് എന്ന ഗംഭീരമായ സൗധം. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ആദ്യ പ്രിൻസിപ്പലായിരുന്ന ജോൺ റോസിന് വേണ്ടി 1.5 നൂറ്റാണ്ടിന് മുമ്പ് മഹാരാജാവ് പണിയിച്ചു കൊടുത്തതാണ് ഈ മനോഹരമായ കെട്ടിടം. ജനാധിപത്യത്തിന് ശേഷം ഈ മന്ദിരം മന്ത്രിമാരുടെ ഔദ്യോഗിക വസതിയായി മാറി. 1967 സപ്തകക്ഷി മന്ത്രിസഭ ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് CPM-ഉം CPI-യും പിളർന്നതിന് ശേഷം വീണ്ടും കൈകോർത്തതിനെ തുടർന്നുണ്ടായ മന്ത്രിസഭയാണ്. പാർട്ടി പിളർന്നതിന് ശേഷം വിവാഹബന്ധം തകർച്ചയിലായ TV തോമസും KR ഗൗരിയമ്മയും വീണ്ടും പരസ്പരം അടുക്കുന്നതിന് സാക്ഷ്യം വഹിച്ചത് ഈ റോസ് ഹൗസാണ്. അന്ന് TV തോമസ് ഈ റോസ് ഹൗസിലും ഗൗരിയമ്മ തൊട്ടപ്പുറത്ത് സാനഡു എന്ന മന്ത്രിമന്ദിരത്തിലുമാണ് കഴിഞ്ഞത്. അന്ന് 2 മന്ദിരങ്ങളെയും തമ്മിൽ ചേർത്തുകൊണ്ട് ഒരു പുതിയ വഴിയും നിർമ്മിക്കപ്പെട്ടു. പക്ഷേ 67 മന്ത്രിസഭ പല കൊടുങ്കാറ്റുകളെയും നേരിട്ടു. അങ്ങനെ റോസ് ഹൗസിനുണ്ടായ ഒരു ചീത്തപ്പേര്, നിർഭാഗ്യങ്ങളുടെ മന്ദിരം എന്ന അന്ധവിശ്വാസം ഉറയ്ക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ആ കാലഘട്ടത്തിലും തുടർന്നും ഉണ്ടായതെന്ന് മാത്രം. 1967 തെരഞ്ഞെടുപ്പിലും EMS തന്നെയായിരുന്നു മുഖ്യ ആസൂത്രകൻ. കോൺഗ്രസിനെതിരെ വിശാല മുന്നണി എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏതൊരു ചെകുത്താനോടും കൂട്ടുകൂടും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. As a matter of fact, it was on the issue of the internal policies. That is, 1965 കനത്ത പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച CPI-യും RSPയും CPM-നൊപ്പം കൂടി. മാത്രമല്ല, ജനിച്ചതു മുതൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്ന മുസ്ലിം ലീഗ് പോലും EMS-ന്റെ ഒപ്പം വന്നു. 65 EMS ഇവരുമായി ഉണ്ടാക്കിയ രഹസ്യ ബന്ധമായിരുന്നു പുതിയ ബാന്ധവത്തിന്റെ ആധാരം. കമ്മ്യൂണിസം വീണ്ടും കടന്നു വരുമെന്ന് സാമുദായിക സംഘടനകളിൽ പരിഭ്രാന്തി പടർന്നു. ഈ ദുരന്തം തടയാൻ വിമോചന സമരക്കാലത്തെന്ന പോലെ കമ്മ്യൂണിസ്റ്റിനെതിരെ കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും ഒന്നിപ്പിക്കാൻ കത്തോലിക്ക സഭയും മെത്രാന്മാരും മന്നത്ത് പത്മനാഭനെ പോലെയുള്ള NSS നേതാക്കളും അരയും തലയും മുറുക്കി രംഗത്തെത്തി. പക്ഷെ കേരള കോൺഗ്രസ് തിരിച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് പോയില്ല. ആദ്യമായും അവസാനമായും കേരള കോൺഗ്രസ് മതമേലധ്യക്ഷരുടെയും മന്നത്തിൻ്റെയും നിർബന്ധങ്ങളെ അവഗണിച്ചു. അവർ ഒറ്റയ്ക്ക് നിന്നു. മെത്രാന്മാരും മന്നവും കേരള കോൺഗ്രസിനെ കഠിനമായി ആക്ഷേപിച്ചു. അതിനിടെ കേരള കോൺഗ്രസ് കുത്തക വഹിച്ചിരുന്ന കുടിയേറ്റ കർഷക വിഭാഗങ്ങളിൽ AK ഗോപാലന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിലും അമരാവതിയിലുമൊക്കെ നടന്ന വലിയ സമരങ്ങളിലൂടെ CPM-ന് ജനപിന്തുണ വളർന്നിരുന്നു. വിമോചന സമര പോരാളികളായിരുന്ന കർഷക നേതാക്കൾ ഫാദർ വടക്കൻ, B വെല്ലിംഗ്ടൺ എന്നിവർ AKGയുടെയും CPM-ന്റെയും സഖാക്കളായി മാറി. CPM-ന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള സപ്തകക്ഷി മുന്നണി രൂപം കൊണ്ടു. CPM, CPI, RSP എന്നിവയ്ക്ക് പുറമെ ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്ന സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന SSP, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന KSP, കർഷക തൊഴിലാളി പാർട്ടി എന്ന KTP തുടങ്ങിയവരായിരുന്നു സപ്തകക്ഷി മുന്നണിയിലെ അംഗങ്ങൾ. വിമോചന സമരക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ സാമുദായിക മഹാസഖ്യം 10 വർഷം കൊണ്ട് EMS എന്ന ബുദ്ധിരാക്ഷസൻ തകർത്ത് തരിപ്പണമാക്കി. 2 വർഷം മുമ്പ് ലീഗിനെ വർഗീയമെന്ന് വിളിച്ച് അകറ്റി നിർത്തിയ CPI-യുടെ നേതാവ് SA ഡാംഗെ തങ്ങളുടെ നിലപാട് മാറിയതായി പ്രഖ്യാപിച്ചു. വിമോചന സമരം കാലം മുതൽ കോൺഗ്രസ് ഒപ്പം കൂട്ടിയിരുന്നെങ്കിലും വർഗീയ കക്ഷിയെന്ന് വിളിച്ച് സഖ്യകക്ഷിയാക്കാൻ വിസമ്മതിച്ച ലീഗിന് മുന്നണിയിൽ ആദ്യമായി അംഗത്വവും മാന്യതയും നൽകിയായിരുന്നു CPM-ഉം EMS-ഉം ചെയ്തത്. കേരള രാഷ്ട്രീയത്തിൽ ലീഗിന് ആദ്യമായിട്ടായിരുന്നു ഒരു മാന്യതയുടെ മേലങ്കി ലഭിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളൊക്കെ ചിന്നിച്ചിതറുമെന്ന് ഉറപ്പായതിനാൽ സപ്തകക്ഷി മുന്നണിക്ക് വൻ വിജയം ഉറപ്പായിരുന്നു. അതുതന്നെ സംഭവിച്ചു. 113 സീറ്റാണ് മുന്നണി വാരിക്കൂട്ടിയത്. CPM-ന് 54, CPI-ക്ക് 20, SSPക്ക് 19, ലീഗിന് 14, RSPക്ക് 6. മെത്രാന്മാരും NSS-ഉം SNDP-യും ഒക്കെ പിന്തുണച്ചിട്ടും കോൺഗ്രസ് വെറും 9 സീറ്റിൽ ഒതുങ്ങി. കേരള കോൺഗ്രസിനാകട്ടെ വെറും 5. അവിശ്വാസം അവതരിപ്പിക്കാൻ പോലും സീറ്റില്ലാത്ത അവസ്ഥയായിരുന്നു പ്രതിപക്ഷത്തിന്.
അതേസമയം അന്നും വോട്ട് ശതമാനത്തിൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ കക്ഷി, 34.22%. ഭരണം നൽകിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 1% വോട്ട് കൂടുതൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ചിതറിയതായിരുന്നു സപ്തകക്ഷി മുന്നണിയുടെ നേട്ടം. EMS രണ്ടാമത് മുഖ്യമന്ത്രി. കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് അന്നോടെയാണ്. 9-അംഗ നിയമസഭാ കക്ഷിയുടെ നേതാവായ അദ്ദേഹം പ്രതിപക്ഷ നേതാവായും തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് കോൺഗ്രസിൽ കരുണാകരൻ താരതമ്യേന അപ്രധാനിയായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രമുഖർ പലരും പരാജയപ്പെട്ടതാണ് കരുണാകരന്റെ അന്നത്തെ ഉയർച്ചയ്ക്ക് മുഖ്യ കാരണം. മുന്നണി മര്യാദയനുസരിച്ച് 7 കക്ഷികൾക്കും മാന്യമായ എണ്ണം മന്ത്രിമാരെയും വകുപ്പുകളും ലഭിച്ചു. ഗൗരിയമ്മ, ഇമ്പിച്ചിബാവ, MK കൃഷ്ണൻ എന്നിവർ CPM-ൽ നിന്ന് മന്ത്രിമാരായപ്പോൾ TV തോമസ്, MN ഗോവിന്ദൻ നായർ എന്നിവർ CPI-ൽ നിന്നും, TK ദിവാകരൻ RSP-യിൽ നിന്നും മന്ത്രിമാരായി. PK കുഞ്ഞ്, PR കുറുപ്പ് എന്നിവർ SSP-യിൽ നിന്നും, B വെല്ലിംഗ്ടൺ KTP-യിൽ നിന്നും, മത്തായി മാഞ്ഞൂരാൻ KSP-യിൽ നിന്നും മന്ത്രിസഭാ അംഗങ്ങളായി. 1967 തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രധാനമായി. മലപ്പുറം ജില്ല രൂപീകരിച്ചതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട നടപടി. EMS-ഉം ഇടതുപക്ഷവും മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ള ആരോപണം ദേശീയ തലത്തിൽ ശക്തമായത് അതോടെയാണ്. കോൺഗ്രസിലെ K കേളപ്പനും മറ്റും EMS-നെയും CPM-നെയും മുസ്ലിം ലീഗിൻ്റെയും സമുദായത്തിൻ്റെയും പ്രീണനത്തിന് കടുത്ത വിമർശനത്തിനിരയാക്കുകയും ചെയ്തു. സർക്കാർ ഒട്ടേറെ പ്രധാന തീരുമാനങ്ങളെടുത്തു. മദ്യനിരോധനം നീക്കി, ഭാഗ്യക്കുറി തുടങ്ങി. സർക്കാർ നിയമനങ്ങളിൽ പോലീസ് വെരിഫിക്കേഷൻ നിർത്തി. സർക്കാർ ജീവനക്കാർക്ക് കേന്ദ്ര നിരക്കിൽ DA പ്രഖ്യാപിച്ചു. മദ്യനിരോധനം നീക്കിയതിനോട് മാത്രം ഭരണകക്ഷിയായ മുസ്ലിം ലീഗ് വിയോജിച്ചു. പക്ഷേ ക്രമേണ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങി. ഭക്ഷ്യക്ഷാമം രൂക്ഷമായി. ഭരണവും സമരവും എന്ന പുതിയ സിദ്ധാന്തം മുഖ്യമന്ത്രി EMS അവതരിപ്പിച്ചു. ഭക്ഷ്യക്ഷാമം കേന്ദ്ര സർക്കാരിൻ്റെ സൃഷ്ടിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിനെതിരെ സർക്കാർ തന്നെ ഹർത്താലും ബന്ദും ഘെരാവോ എന്നൊരു പുതിയ സമരമുറയും തുടങ്ങി. കാസർഗോഡ് ബന്ദ് ദിവസം പോലീസ് വെടിവയ്പിൽ 2 വിദ്യാർത്ഥികൾ മരിച്ചു. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ KSU സർക്കാരിനെതിരെ സമരരംഗത്തിറങ്ങി. അക്രമം പടർന്നു. എറണാകുളത്ത് ലാത്തിച്ചാർജിൽ പരിക്കേറ്റ മുരളി എന്ന KSU പ്രവർത്തകൻ മരിച്ചതോടെ KSU സമര കൊടുങ്കാറ്റുയർത്തി. അക്രമവും പോലീസ് ലാത്തിച്ചാർജും വീണ്ടും പതിവായി. ആ കാലത്ത് EMS നമ്പൂതിരിപ്പാട് കോടതി അലക്ഷ്യക്കേസിൽ ഇന്ത്യയിൽ ആദ്യമായി ശിക്ഷിക്കപ്പെടുന്ന മുഖ്യമന്ത്രി എന്ന ചരിത്ര പ്രാധാന്യവും കൈവരിച്ചു. അധികം വൈകാതെ CPM-ഉം CPI-യും തമ്മിൽ പരസ്പരം ചെളിവാരി എറിയാൻ ആരംഭിച്ചു. സപ്തകക്ഷി മുന്നണിയിൽ 4 അംഗങ്ങൾ ചേർന്ന ഒരു കുറുമുന്നണി രൂപം കൊണ്ടു. CPI, RSP, SSP, മുസ്ലിം ലീഗ് എന്നിവയായിരുന്നു ഈ കുറുമുന്നണിയിലെ അംഗങ്ങൾ. ഈ കുറുമുന്നണി ഒന്നിച്ച് CPM-ന്റെ വൻ പാർട്ടി മേധാവിത്വത്തിനെതിരെ നീങ്ങാൻ ആരംഭിച്ചു. അഴിമതി ആരോപണങ്ങൾ ഉയർന്നു. CPM-നൊപ്പം ഈർക്കിലി കക്ഷികളായ KSP-യും KTP-യും മാത്രം. KTP-യിലെ ആരോഗ്യമന്ത്രി B വെല്ലിംഗ്ടനെതിരെ അന്നത്തെ കേരള കോൺഗ്രസ് നേതാവ് KM മാണി അഴിമതി ആരോപണം ഉന്നയിച്ചു. കുറുമുന്നണി അതിനെ പിന്താങ്ങി. CPM തിരിച്ചടിച്ചു തുടങ്ങി. TV തോമസിനെതിരെ, ജാപ്പനീസ് യാത്രയ്ക്കെതിരെ, അദ്ദേഹത്തിൻ്റെ വ്യവസായ പ്രേമത്തിനെതിരെ ഒക്കെ ആരോപണങ്ങൾ ഉയർന്നു. ക്രമേണ RSP ഇതേ ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ ആരംഭിച്ചു. CPM മന്ത്രിമാരെല്ലാം അഴിമതിയിൽ മുങ്ങിയവരാണെന്ന് RSPയുടെ ശ്രീകണ്ഠൻ നായർ പ്രസ്താവിച്ചു. CPM-ലെ KR ഗൗരിക്കെതിരെയും MK കൃഷ്ണനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു. CPM തിരിച്ചടിക്കാൻ ആരംഭിച്ചു. MN-നും TV-ക്കുമെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു. ഇന്നലെ വരെ ഒളിവിലും തെളിവിലും സമരപഥങ്ങളിലും തടവറകളിലും പീഡനപാതകളിലുമൊക്കെ ഒരു മെയ്യായി ഒന്നിച്ചു നിന്നവർ പരസ്പരം ചെളിവാരി എറിയുന്നത് കണ്ട് കേരളം ഞെട്ടിത്തെറിച്ചു. ഈ ബഹളങ്ങൾ മൂർച്ഛിക്കുന്നതിന് മുമ്പ് EMS ചികിത്സയ്ക്കായി പൂർവ്വ ജർമ്മനിക്ക് പോയി. അക്കാലത്ത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി. എണ്ണത്തിൽ ചെറുതാണെങ്കിലും പ്രതിപക്ഷം ഭരണപക്ഷത്തെ കുറുമുന്നണിക്ക് സകല പിന്തുണയും നൽകി.
പക്ഷെ മുഖ്യമന്ത്രി തിരിച്ചെത്തിയപ്പോൾ തീരുമാനിച്ചത് MN ഗോവിന്ദൻ നായർക്കും TV-ക്കും PR കുറുപ്പിനുമെതിരെ മാത്രം അന്വേഷണം നടത്താനായിരുന്നു. ഇതോടെ 6 മന്ത്രിമാർ രാജിവെച്ചു. MN, TV, CH മുഹമ്മദ് കോയ, ഔക്കാദർ കുട്ടിനഹ, PR കുറുപ്പ്, TK ദിവാകരൻ. ഇതോടെ CPI-യും RSPയും SSPയും ലീഗും പ്രതിപക്ഷത്തേക്ക് നീങ്ങാൻ ആരംഭിച്ചു. ഭരണപക്ഷം ഫലത്തിൽ ന്യൂനപക്ഷമായി. 1969 ഒക്ടോബർ 17-ന് CPI-യുടെ TA മജീദ്, CPM മന്ത്രിമാർക്കും KSPയുടെ മത്തായി മാഞ്ഞൂരാനുമെതിരെ അഴിമതി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നു. ഫലത്തിൽ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം. പ്രമേയം പാസായതായി സ്പീക്കർ പ്രഖ്യാപിച്ചു. ഉടൻ മുഖ്യമന്ത്രി MS തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിയമസഭാ മന്ദിരത്തിന് പുറത്തേക്ക് നടന്നു. അവിടെ ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ കാത്തുനിന്നിരുന്നു. CPM അണികൾ വലിയ ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് EMS-നെ എതിരേറ്റു. അങ്ങനെ EMS നമ്പൂതിരിപ്പാടിന്റെ 2ാമത്തെ സർക്കാരും കാലാവധി തികയ്ക്കാതെ നിലംപതിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു CPM നേരിട്ട വലിയ പിളർപ്പ്. ബംഗാളിലെ നക്സൽ ബാരി ഗ്രാമം കേന്ദ്രമാക്കി ആരംഭിച്ച തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തുടക്കം CPM-ന്റെ ഉള്ളിൽ നിന്നായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ ഇതൊരു പിളർപ്പിലേക്ക് ചെന്നെത്തി. കേരളത്തിലെ CPM MLA-മാരായിരുന്ന KPR ഗോപാലൻ, കോസല രാമദാസ് എന്നിവരും വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSF-ന്റെ പ്രസിഡന്റായിരുന്ന ഫിലിപ്പം പ്രസാദും CPM വിട്ടു. ഒപ്പം കേരളത്തിന്റെ പലയിടത്തും മാവോയിസ്റ്റുകളുടെ ഈ സംഘം സായുധ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. 1968 നവംബറിൽ തലശ്ശേരിയിലും വയനാട്ടിലെ പുൽപ്പള്ളിയിലും പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടു. അജിത, അച്ഛൻ കുന്നിക്കൽ നാരായണൻ, വർഗീസ്, ഫിലിപ്പം പ്രസാദ് തുടങ്ങിയവരൊക്കെയായിരുന്നു നേതാക്കൾ. അതോടെ നക്സൽ അക്രമങ്ങൾക്ക് തിരികൊളുത്തപ്പെട്ടു. ക്രമസമാധാന തകർച്ച എന്ന മുറവിളി ഉയർന്നു. സർക്കാരും മുഖ്യമന്ത്രിയും കടുത്ത വിമർശനങ്ങൾക്കിരയായി. 2 മാസം കഴിഞ്ഞപ്പോൾ കൊട്ടിയൂരിലെ കാടുകളിൽ നിന്ന് 20 വയസ്സുകാരി അജിതയും അമ്മ മന്ദാകിനിയും ഫിലിപ്പം പ്രസാദും ഒക്കെ പോലീസ് പിടിയിലായി. രാഷ്ട്രീയ രംഗത്ത് അത്ഭുതങ്ങൾ അരങ്ങേറുകയായിരുന്നു. സ്വന്തം സഖാക്കളുമായി പിണങ്ങിപ്പിരിഞ്ഞ CPI-യും മറ്റും കൂട്ടുചേർന്നത് അവർ ഇക്കാലം അത്രയും എതിർത്ത ശക്തികളുമായിട്ടായിരുന്നു. കോൺഗ്രസിനെ ഒഴിവാക്കി മന്ത്രിസഭ രൂപീകരിക്കാൻ CPI നേതാവ് MN ഗോവിന്ദൻ നായർ അവകാശമുന്നയിച്ചു. അന്ന് ദില്ലിയിലായിരുന്ന C അച്യുതമേനോനെ വരുത്തി മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. 1969 കേരള പിറവി ദിനത്തിൽ അച്യുതമേനോൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അച്യുതമേനോൻ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെ പിന്തുണയോടെ ഒരു നിമിഷം പോലും താൻ അധികാരത്തിൽ ഇരിക്കില്ല എന്നായിരുന്നു. E ചന്ദ്രശേഖരൻ നായർ ഒഴിഞ്ഞുകൊടുത്ത കൊട്ടാരക്കര സീറ്റിൽ മത്സരിച്ചാണ് അച്യുതമേനോൻ ജയിച്ചു വന്നത്. കാലുമാറ്റക്കാരെന്നും അവസരവാദികളെന്നും അധികാരമോഹികളെന്നുമുള്ള ആക്ഷേപങ്ങളെ അതിജീവിക്കാൻ പ്രധാനപ്പെട്ട ചില ചുവടുവയ്പ്പുകൾ സ്വീകരിക്കാൻ ആ സർക്കാർ തിടുക്കം കാട്ടി. പക്ഷേ അധികം വൈകാതെ തന്നെ മുൻ മന്ത്രി PR കുറുപ്പിന്റെ നേതൃത്വത്തിൽ ISP-ക്കുള്ളിൽ നടന്ന ചില ഭിന്നതകൾ മൂലം സർക്കാരിന്റെ നിലനിൽപ്പ് വീണ്ടും ഭീഷണിയിലായി. ഉടൻ നിയമസഭ പിരിച്ചുവിട്ട് സർക്കാർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 8 മാസം മാത്രമേ ആ സർക്കാരിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ആജന്മ ശത്രുക്കളായിരുന്ന CPI-യും കോൺഗ്രസും ചേർന്ന് ഭരിച്ച ഗവൺമെന്റായിരുന്നു 1970 അധികാരമേറ്റത്. 1977 വരെ നീണ്ട ആ കാലഘട്ടം അടിയന്തരാവസ്ഥയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. 1960 ശേഷം കൃത്യം 10 വർഷം കഴിഞ്ഞ് കോൺഗ്രസ് പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് ഏറുന്നത് 1970-കളിലാണ്. അധികാരത്തിലേറുക മാത്രമല്ല, അധീശ ശക്തിയോടെ ഒരു പതിറ്റാണ്ട് കോൺഗ്രസ് കേരളം ഭരിച്ചു. CPI-യും കോൺഗ്രസും ആജന്മ ശത്രുക്കളായിരുന്ന ആ 2 കക്ഷികൾ തമ്മിൽ ഐക്യപ്പെടുന്നതും ഭദ്രമായ ഒരു സഖ്യം രൂപപ്പെടുന്നതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ ഈ അദൃശ്യ ശക്തിയുടെ അടിസ്ഥാനം ആ കാലഘട്ടത്തിൻ്റെ അടിയന്തരാവസ്ഥയായിരുന്നു. K കരുണാകരൻ എന്ന കേരളം പിൽക്കാലത്ത് കണ്ട അതിപ്രബലനായ രാഷ്ട്രീയ നേതാവിൻ്റെ ശക്തമായ സാന്നിധ്യവും ഏറ്റവും പ്രബലമായ സാന്നിധ്യവും ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു.
1964 പിളർപ്പോടെ പുതിയ പാർട്ടിയായ CPM-ന്റെ മുന്നിൽ വലുതായി തളർന്നുപോയ CPI വീണ്ടും പ്രതാപം കൈവരിക്കുന്നത് ഈ കാലത്തിന്റെ തുടക്കത്തോടെയാണ്. പിളർന്ന ശേഷം വൻതോതിൽ വളർന്ന CPM-ന്റെ ഏറ്റവും ക്ഷീണകാലവും ഇതുതന്നെയായിരുന്നു. 1969 ദേശീയ തലത്തിൽ കോൺഗ്രസ് പിളർന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ യുവ കോൺഗ്രസുകാരുടെ ഇൻഡിക്കേറ്റും ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ പഴയ തലമുറയുടെ സിൻഡിക്കേറ്റും എന്ന് ഈ പക്ഷങ്ങൾ അറിയപ്പെട്ടു. ഇന്ത്യയിലെ മറ്റിടങ്ങളിലെ പോലെ കേരളത്തിലും പാർട്ടി പിളർന്നപ്പോൾ ഭൂരിപക്ഷം നേതാക്കളും ഇന്ദിരയ്ക്കൊപ്പമായി. കേന്ദ്ര നിയമമന്ത്രിയായിരുന്ന പന്നമ്പള്ളി ഗോവിന്ദമേനോൻ, R. ശങ്കർ, KK വിശ്വനാഥൻ, CM സ്റ്റീഫൻ, ആദ്യം അല്പമൊന്ന് മടിച്ചെങ്കിലും പിന്നീട് എത്തിയ K. കരുണാകരൻ തുടങ്ങിയവർ ഇന്ദിരയ്ക്കൊപ്പം നിന്നു. KC എബ്രഹാം, KPCC പ്രസിഡന്റ് TO ബാവ, ഈയിടെ വരെ മഹാരാഷ്ട്ര ഗവർണറായിരുന്ന K. ശങ്കരനാരായണൻ എന്നിവരൊക്കെയായിരുന്നു സിൻഡിക്കേറ്റ് പക്ഷത്ത്. യൂത്ത് കോൺഗ്രസ്, KSU എന്നിവയും ഇന്ദിരാപക്ഷത്തായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന AK ആന്റണിയും ദേശീയ കൺവീനറായിരുന്ന വയലാർ രവിയും ഇന്ദിരയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. C. അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിലും ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരൻ ഏകഛത്രാധിപതിയെപ്പോലെ വാണ കാലമായിരുന്നു അത്. കോൺഗ്രസിൽ AI എന്ന രണ്ട് വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം കോൺഗ്രസിൻ്റെ മുഖമുദ്രയായ ആ വിഭാഗീയതയുടെ തുടക്കവും അക്കാലത്തായിരുന്നു. കരുണാകരൻ്റെയും അടിയന്തരാവസ്ഥയുടെ പിൻബലത്തോടെ നടന്ന അമിതാധികാരത്തിനും എതിരെ ആന്റണിയും സ്വന്തം സംഘവും നടത്തിയ ചെറുത്തുനിൽപ്പിനെ തുടർന്നാണ് ഈ രണ്ട് വിഭാഗങ്ങൾ ഉയർക്കൊണ്ടത്. ആ കാലഘട്ടം നക്സലൈറ്റ് വളർച്ചയുടെയും കാലമായിരുന്നു. കേരളമാകെ ഭീതി പടർത്തിയ നക്സലൈറ്റ് പ്രസ്ഥാനത്തെ പോലീസിനെ കൊണ്ട് അതിശക്തമായി അടിച്ചമർത്തിയതും K. കരുണാകരൻ ആ കാലഘട്ടത്തിലാണ്. കോൺഗ്രസ് മുന്നണി അംഗമല്ലാതിരുന്നതിനാൽ സീറ്റിന്റെ കാര്യത്തിൽ മൂന്നാമത്തെ കക്ഷിയായിട്ടും CPIക്ക് വീണ്ടും മുഖ്യമന്ത്രി പദം. 8 മാസം ആ സ്ഥാനത്തിരുന്ന അച്യുതമേനോൻ വീണ്ടും മുഖ്യമന്ത്രിയായി. മുന്നണി അംഗമല്ലാതിരുന്നതിനാൽ ആദ്യം കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേർന്നില്ല. 1967 കാലത്തെ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് മുക്തരായതിനു ശേഷം MN-ഉം TV-യും മന്ത്രിമാരായി അധികാരമേറ്റു. 1 വർഷം കഴിഞ്ഞപ്പോൾ കോൺഗ്രസും മന്ത്രിസഭയിൽ ചേർന്നു. ആഭ്യന്തരമന്ത്രി K. കരുണാകരനടക്കം 5 കോൺഗ്രസ് മന്ത്രിമാരുണ്ടായി. കരുണാകരന്റെ അധികാര പ്രയോഗങ്ങളുടെ ആരംഭമായിരുന്നു അത്. ഇന്നത്തെ RSP രാഷ്ട്രീയത്തിന്റെ അതേ നാടകങ്ങൾ അക്കാലത്തെ RSPയും കളിച്ചെന്നത് രസകരമാണ്. കേരളത്തിലെ RSP കോൺഗ്രസും CPIയും കൈകോർത്ത സഖ്യത്തിൽ ചേർന്നപ്പോൾ അവരുടെ ദേശീയ നേതൃത്വം, അതായത് ബംഗാൾ നേതൃത്വം, CPM-നൊപ്പമായിരുന്നു. ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി RSP ദേശീയ നേതൃത്വം ഈ ഇരുതലമൂരിക്കളി സമ്മതിച്ചില്ല. അതോടെ RSP പിളർന്നു. ദേശീയ RSPയിൽ നിന്ന് വിട്ട് കേരള RSP ആയി നിന്നു ഇവിടുത്തെ പാർട്ടി. TK ദിവാകരൻ, ബേബി ജോൺ എന്നിവരായിരുന്നു RSPയുടെ മന്ത്രിമാർ. ഇന്നും ഇതേ കളിയുടെ അമരക്കാരൻ ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ ആണെന്നത് കൗതുകകരം. ഈ പരിപാടികളുടെ ഉസ്താദായിരുന്നു കേരള കിസിഞ്ചർ എന്ന പേരെടുത്ത ബേബി ജോൺ. We don't stand for the combination of the communal party, wherever Dalit are backward or forward. We stand for the united action of the toiling masses, irrespective of the community. വളരും തോറും പിളരുക, പിളരും തോറും വളരുക എന്ന ഇന്നും മുഖമുദ്രയായി തുടരുന്ന കേരള കോൺഗ്രസ് സ്വഭാവം വെളിപ്പെട്ടു തുടങ്ങുന്നത് അക്കാലത്താണ്. അധികാരത്തിനു വേണ്ടി ഇഷ്ടം പോലെ ചേരിമാറാനും കൂറുമാറാനും ഈ പാർട്ടി മെയ്വഴക്കം കാണിക്കാൻ ആരംഭിക്കുന്നതും അന്ന് തന്നെ. ഒന്നാം അച്യുതമേനോൻ സർക്കാരിൻ്റെ കാലത്ത് CPIക്കൊപ്പമായിരുന്നെങ്കിലും 1970 രണ്ടാം മന്ത്രിസഭ കാലമായപ്പോഴേക്കും അവർ ആ ബന്ധം വിട്ടു. പക്ഷേ 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ വീണ്ടും കേരള കോൺഗ്രസ് CPI കോൺഗ്രസ് മുന്നണിയുമായി ധാരണയിലെത്തി. 1964 കോൺഗ്രസ് സർക്കാരിൽ നിന്ന് PT ചാക്കോയെ പുകച്ചു പുറത്താക്കിയതായിരുന്നു കേരള കോൺഗ്രസിന്റെ ഉത്ഭവത്തിന് കാരണം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റും ഭരണമുന്നണി നേടി. വെറും 2 സീറ്റുമായി CPM-നും കൂട്ടർക്കും ചരിത്രത്തിൽ ഏറ്റവും കനത്ത പരാജയം. വിശ്വമാനവനെന്ന പേരുകേട്ട VK കൃഷ്ണമേനോൻ ആ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് CPM പിന്തുണയോടെ മത്സരിച്ച് ജയിച്ചത് ലോകം ശ്രദ്ധിച്ചു. കാസർഗോഡ് മണ്ഡലത്തിൽ സാക്ഷാൽ EK നായനാരെ അന്ന് മലർത്തിയടിച്ചത് കോൺഗ്രസിന്റെ ഒരു വിദ്യാർത്ഥി നേതാവായിരുന്നു, ഇന്ന് ഉറച്ച ഇടത് സഹയാത്രികനായ കടന്നപ്പള്ളി രാമചന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പണ്ട് ലീഗിനോട് സ്വീകരിച്ച അതേ നയം
കോൺഗ്രസ് കേരള കോൺഗ്രസിനോടും പയറ്റി. വർഗീയ പാർട്ടിയായ കേരള കോൺഗ്രസിനെ മുന്നണിയിലെടുക്കരുതെന്ന് അന്ന് ആദർശ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച AK ആന്റണിയും യൂത്ത് കോൺഗ്രസും അവരുടെ സ്വാധീനത്തിലായ KPCCയും വാശി പിടിച്ചു. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ നയിച്ച വിദ്യാഭ്യാസ സ്വകാര്യ മാനേജ്മെന്റുകൾക്കെതിരെ ഫീസ് ഏകീകരണ പ്രശ്നത്തിൽ KSU സമരരംഗത്തായിരുന്നു. ഭരണമുന്നണിയുടെ ലൈസൺ കമ്മിറ്റി കൺവീനറായിരുന്ന AK ആന്റണിയായിരുന്നു ആ സമരത്തിന്റെ നേതൃത്വത്തിൽ. ബിഷപ്പുമാർ വീണ്ടും അന്ന് സമരരംഗത്തിറങ്ങി. പക്ഷേ വിമോചന സമരത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരെ ഇപ്പോൾ എതിർക്കാൻ മുന്നിലിറങ്ങിയത് അന്ന് അവർക്കൊപ്പമുണ്ടായിരുന്ന സാക്ഷാൽ ആന്റണി. ഒപ്പമുണ്ടായിരുന്നത് വയലാർ രവിയും PC ചാക്കോയും ഉമ്മൻചാണ്ടിയും KSU പ്രസിഡന്റായിരുന്ന VM സുധീരനും ഒക്കെയായിരുന്നു എന്നത് ഇന്ന് അവർക്ക് പോലും വിശ്വസിക്കാനാകാത്തതാകാം. കരുണാകരൻ അന്ന് ആ സമരങ്ങളുടെ എതിർപക്ഷത്തായിരുന്നു. ക്രമേണയായി കോൺഗ്രസിൽ കരുണാകരൻ പക്ഷവും ആന്റണി പക്ഷവും ഉരുത്തിരിയുന്നത് അക്കാലത്താണ്. അക്കാലത്ത് കത്തോലിക്ക സഭയും കേരള കോൺഗ്രസുമായി ഐക്യപ്പെടാനുള്ള ഉദ്ദേശവുമായി കോഴിക്കോട്ട് ബിഷപ്പുമാരുടെ ഒരു പരിപാടിക്ക് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വന്നു. പക്ഷേ ആന്റണി ആ യോഗത്തിൽ പങ്കെടുക്കാൻ പോലും പോയില്ല. അന്ന് കേരള കോൺഗ്രസിനും സഭകൾക്കുമെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ആന്റണി നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെയും മതേതരത്വത്തിന്റെയും അപ്പോസ്തലനായ ആദർശധീരൻ എന്ന് പേരെടുക്കുന്നത് അപ്പോഴാണ്. ഒറ്റശിലയിൽ കൊത്തിയതെന്ന് അഭിമാനിക്കുന്ന മുസ്ലിം ലീഗിലും ആദ്യമായി വലിയ അന്തസംഘർഷങ്ങൾ വളർന്നതും അക്കാലത്താണ്. വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയയും ലീഗിന്റെ പരമാധ്യക്ഷൻ സയ്യദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും തമ്മിൽ ഭിന്നതകൾ വളർന്നു. CHനെ കൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് ലോകസഭയിലേക്ക് മത്സരിപ്പിച്ചത് തങ്ങളായിരുന്നു. 1973 ഹജ്ജിന് പോയ ബാഫക്കി തങ്ങൾ സൗദി അറേബ്യയിൽ വെച്ച് മരിച്ചതോടെ ഈ സംഘർഷം മൂർച്ഛിക്കുകയാണുണ്ടായത്. പുതിയ ലീഗ് പ്രസിഡന്റായ പാണക്കാട് പൂക്കോയ തങ്ങൾ CHനൊപ്പമായിരുന്നു. 1975 സ്പീക്കർ മൊയ്തീൻ കുട്ടി ഹാജിയും 6 MLAമാരും ലീഗ് വിട്ട് CPM പക്ഷത്തേക്ക് വന്നു. ലീഗ് പിളർന്നു. അഖിലേന്ത്യാ ലീഗ് എന്ന പുതിയ സംഘടന രൂപം കൊണ്ടു. അങ്ങനെ കോൺഗ്രസും CPIയും CPMഉം ഒരുപോലെ ആദർശ രാഷ്ട്രീയവും വർഗീയ വിരുദ്ധ രാഷ്ട്രീയവും ഒക്കെ പരിണത്ത് വെച്ചു. 1975 ജൂൺ 25 ഇന്ത്യൻ ചരിത്രത്തിലെ അന്ധകാരയുഗം പിറന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജനാധിപത്യത്തിന് തിരശ്ശീല വീണു. അമിതാധികാര വാഴ്ച ആരംഭിച്ചു. പൗരസ്വാതന്ത്ര്യങ്ങൾ അസ്തമിച്ചു. മാധ്യമങ്ങളുടെ വായ പൂട്ടിക്കെട്ടി. ഇന്ത്യയാകെ പ്രതിപക്ഷത്തെ മാത്രമല്ല എതിരഭിപ്രായമുള്ളവരെയൊക്കെ ഒരു മടിയും കൂടാതെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിൽ നിറച്ചു. കേരളത്തിൽ ആടിയുലഞ്ഞു നിന്ന അച്യുതമേനോൻ മന്ത്രിസഭയെ പിടിച്ചു നിർത്താൻ അടിയന്തരാവസ്ഥ സഹായിച്ചു. EMS പരസ്യമായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രസംഗ പര്യടനം നടത്തി. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന AKG പാർലമെന്റിലും തന്റെ സമരം തുടർന്നു. എൻ്റെ പിന്നിൽ കാണുന്നതാണ് അടിയന്തരാവസ്ഥക്കാലത്തെ കുപ്രസിദ്ധമായ ക്രൈംബ്രാഞ്ച് ഓഫീസ്. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തെ ഇടവഴികളാൽ ചുറ്റപ്പെട്ട ഈ കെട്ടിടം ആ കാലഘട്ടത്തിലെ അതിക്രമങ്ങൾക്ക് സാക്ഷിയായി. വർക്കല വിജയൻ, കണ്ണൻ തുടങ്ങി അടിയന്തരാവസ്ഥയെ എതിർക്കാൻ ധൈര്യപ്പെട്ടവരെ അന്നത്തെ ക്രൈംബ്രാഞ്ച് പോലീസിൻ്റെ നേതാവ് ഇവിടെ കൊണ്ടുവന്നാണ് ചോദ്യം ചെയ്യലിനും ഉരുട്ടലിനും അവസാനം അവരുടെ മരണത്തിനും ഇടയാക്കിയത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ കേരളത്തിലെ കോൺഗ്രസുകാർ എല്ലാവരും സ്വാഗതം ചെയ്തു. അടിയന്തരാവസ്ഥയെ എതിർത്ത ഒരേ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു MA ജോൺ. പിന്നീട് പരിവർത്തനവാദി കോൺഗ്രസ് രൂപീകരിച്ച ജോണിനെ കരുണാകരൻ പിടിച്ച് ജയിലിലിട്ടു. കേരള കോൺഗ്രസിന്റെ KM ജോർജും R ബാലകൃഷ്ണപിള്ളയും അടിയന്തരാവസ്ഥയെ ആദ്യം എതിർത്തവരാണ്. പക്ഷേ സ്ഥിരമായി ജയിലിൽ കഴിയണമെന്ന ഭീഷണി വന്നപ്പോൾ കേരള കോൺഗ്രസ് രാഖി രാമാനം പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസ് കൂടാരത്തിലെത്തി മന്ത്രിമാരായി അവതരിച്ചു. എന്നാൽ അത് കേരള കോൺഗ്രസിനുള്ളിൽ മറ്റൊരു സംഘർഷത്തിനും വഴിവെച്ചു. ചെയർമാൻ KM ജോർജിന് കാലുമാറിയിട്ടും മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. പാർട്ടി സെക്രട്ടറി ആയിരുന്ന KM മാണിയായി ആ തക്കം നോക്കി മന്ത്രിയായത്. അടിയന്തരാവസ്ഥയുടെ കരാള ലോകം അധികമാരും അറിയാതിരിക്കാൻ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും വീണ വിലക്ക് സഹായകമായി. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അതിക്രമങ്ങൾ നടന്നു. അതിലേറ്റവും പ്രധാനമായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി P രാജനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് കൊന്ന സംഭവം.
അറിയാനുള്ളതായിട്ടുള്ള എൻ്റെ ആഗ്രഹം. അതായത് എൻ്റെ മകനെ എന്ത് പറ്റി, അപ്പം അയാൾ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് കരുണാകരനെയൊക്കെ കണ്ടു നോക്കി, ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കരുണാകരനെ കണ്ടു, പിന്നെ അച്യുതമേനെ 2-3 തവണ പോയി കണ്ടു. അതൊക്കെ വെറുതെ അവരാരും ഒരു സഹായം ചെയ്തില്ല. ഒന്ന് മതി സഹായം ചെയ്യാൻ, എന്താ കയറി കൂട്ടിയാൽ കൂടെ ഇല്ലാത്ത ആള് അതങ്ങോട്ട് പറഞ്ഞാൽ പോരെ. മരിച്ചിരിക്കുന്നു. കരുണാകരൻ എന്നെ അറിയും, അച്യുതമേനോ അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് എന്നെ അറിയും. മാഷ ഇനി ഞാൻ അന്വേഷിച്ച് നടക്കണ്ട, മാഷ മകനില്ല, പറ്റിപ്പോയി, അങ്ങനെ അബദ്ധം പറ്റി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കൊല്ലം മുഴുവൻ ഞാൻ കിടന്ന് തെണ്ടി നടക്കൂ, അലഞ്ഞു നടക്കൂ. എൻ്റെ വീട്ടുകാരെന്ത് മാത്രം ഇഷ്ടപ്പെട്ടു, ഞാനോ? രാജന്റെ അച്ഛൻ പ്രൊഫസർ ഈശ്വര വാര്യർ തൻ്റെ മകനെ തേടി നടത്തിയ അന്വേഷണം പിന്നീട് കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ നടുക്കി. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ നക്സലൈറ്റ് എന്നാരോപിച്ചാണ് ഹോസ്റ്റലിൽ നിന്ന് ഒരു രാത്രി പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചത്. രാജൻ, വർക്കല വിജയൻ, നാദാപുരം കണ്ണൻ എന്നിവരടക്കം 20ഓളം പേർ അടിയന്തരാവസ്ഥക്കാലത്തെ അന്ധകാരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. അടിയന്തരാവസ്ഥയിലെ ചരിത്ര സംഭവങ്ങളിൽ ഒന്നിൻ്റെ നായകൻ AK ആന്റണിയാണ്. ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്ന മന്ത്രം ഉരുക്കഴിച്ച് എല്ലാവരും ഇന്ദിരാഗാന്ധിയെ ഭയന്ന് സാഷ്ടാംഗം വീണ് കിടക്കുന്ന അടിയന്തരാവസ്ഥയുടെ ഉച്ചകോടിയിലായിരുന്നു അസമിലെ ഗൗഹട്ടിയിൽ 1976 നവംബർ 21 നടന്ന AICC സമ്മേളനം. സമ്മേളനത്തിലെ ഓരോ പ്രതിനിധിയും 20 പരിപാടിയെയും സഞ്ജയന്റെ 5 പരിപാടിയെയും പാടിപ്പുകഴ്ത്തി ഇന്ദിരാ ഭക്തിമന്ത്രം ചൊല്ലിയപ്പോൾ ഒരാളുടെ ശബ്ദം മാത്രം വ്യത്യസ്തമായി. AK ആന്റണിയുടേതായിരുന്നു അത്. ചില പ്രമുഖ വികസന പദ്ധതികൾ ആ കാലത്തിന്റെ നേട്ടങ്ങളായി. ഭൂപരിഷ്കാരം നടപ്പിലായതും ജന്മിത്വം അവസാനിപ്പിച്ചതും 1957 തുടക്കം കുറിച്ചെങ്കിലും 1971 പാസാക്കിയ ഭൂനിയമം മൂലമായിരുന്നു. സ്വകാര്യ വനം ഏറ്റെടുത്തതും സർവകലാശാല നിയമം പാസാക്കിയതും മറ്റു നേട്ടങ്ങളായി. അച്യുതമേനോൻ മുൻകൈയെടുത്ത് പ്രമുഖരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ച മികവിന്റെ സ്ഥാപനങ്ങൾ ഒട്ടേറെ. KN രാജന്റെ നേതൃത്വത്തിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഡോക്ടർ MS വല്യത്താന്റെ നേതൃത്വത്തിൽ ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, C കരുണാകരന്റെ നേതൃത്വത്തിൽ സെന്റർ ഫോർ എർത്ത് സ്റ്റഡീസ് തുടങ്ങിയവയൊക്കെയായിരുന്നു അവ. ഇങ്ങനെ സംഭവബഹുലവും നാടകീയവുമായിരുന്നു 1970 മുതൽ 77 വരെയുള്ള കേരള രാഷ്ട്രീയം. അടിയന്തരാവസ്ഥയുടെ സൗകര്യം കൊണ്ട് കൈവരിച്ച രാഷ്ട്രീയ സ്ഥിരതയുടെ 7 വർഷമായിരുന്നു കഴിഞ്ഞുപോയത്. 1977 തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഷ്ട്രീയ തുടർച്ചയ്ക്കായിരുന്നു വോട്ടെങ്കിലും പിന്നീടുണ്ടായ കാലഘട്ടം രാഷ്ട്രീയ അസ്ഥിരതയുടെ കാലമായിരുന്നു. മുന്നണികൾ പരസ്പരം കലരുന്നു, രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ചേരിമാറുന്നു. ഇങ്ങനെ പരസ്പരം കൂടിക്കുഴഞ്ഞ ഒരു രാഷ്ട്രീയ കാലഘട്ടമാണ് 1977 ശേഷം കേരളം സാക്ഷ്യം വഹിച്ചത്.